ഒരു കാലത്ത് തന്റെ ജാലവിദ്യകളാൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരുന്ന അബ്ദുൽ കരീം മുസ്ലിയാർ ഇപ്പോൾ ചിരട്ടകളിൽ അത്ഭുതങ്ങൾ രചിച്ച് കാണികളെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും പിന്നീട് നിലപാടുകൾ മാറ്റി നിലവിൽ മുസ്ലിം ലീഗിന്റെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റും ഒരു സ്റ്റേജ് മാന്ത്രികനും സർവോപരി ഒരു നാടക സമിതിയുടെ ഉടമയുമായിരുന്ന കാഞ്ഞിരപ്പള്ളി വട്ടകപ്പാറ പാറയോലിക്കൽ വീട്ടിൽ അബ്ദുൽ കരീം മുസ്ലിയാർ ഇപ്പോൾ തന്റെ വിശ്രമ ജീവിതത്തിൽ ഒരു ഹോബിയായി തുടങ്ങിയ ചിരട്ടശില്പ നിർമ്മാണത്തിലൂടെ വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഒരു ചിരട്ടയിൽ എന്തിരിക്കുന്നു എന്ന് കരുതി നാം വലിച്ചെറിയുന്ന പാഴ് ചിരട്ടകളുടെ മഹാത്മ്യം അറിയണമെങ്കിൽ അബ്ദുൽ കരീം മുസ്ലിയാരുടെ ഭവനം സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ചിരട്ടകളിലെ കലാവിരുതുകൾ കണ്ടു മനസ്സിലാക്കണം. വാല് ചിരട്ടയാണ്, ചുണ്ടും ചിരട്ടയാണ്, കാല് ഉക്കുക ചിരട്ടയാണ്. ഇതുപോലുള്ളൊരു ചിരട്ട കഷ്ണമാണ്. വഴിയിൽ കിടന്ന് കിട്ടുന്ന ചിരട്ടകൾ മനോഹരങ്ങളായ പൂക്കളും മറ്റ് ശില്പങ്ങളുമാക്കി അദ്ദേഹം മാറ്റുന്നത് കണ്ടാൽ കാഴ്ചക്കാർ അത്ഭുതപ്പെടും. അദ്ദേഹത്തിന്റെ പണിയായുധങ്ങൾ വെറും ഒരു ഹാക്സോ ബ്ലേഡും കുറച്ച് പശയും കുറച്ച് പോളിഷും മാത്രം. എന്തെങ്കിലും പ്രത്യേകതകളുള്ള ചിരട്ടകൾ വഴിയിൽ കിടക്കുന്നത് കാണുമ്പോഴേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിന് ചേരുന്ന ശില്പങ്ങളുടെ രൂപങ്ങൾ തെളിയുകയായി. പിന്നീട് അവയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒറ്റയിരിപ്പിൽ തീർത്ത ശേഷമേ വിശ്രമമുള്ളൂ. തന്റെ മനസ്സിലെ രൂപങ്ങൾ വിരിയിക്കുന്നത് വരെ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ ഒരു ചിരട്ട പൂന്തോട്ടം തന്നെയാണ്. ചിരട്ടകൾ കൊണ്ടുള്ള നിറയെ പൂച്ചെടികൾ, ചെടികളുടെ തണ്ടും ഇലയും പൂവും എല്ലാം ചിരട്ടകൾ കൊണ്ട് നിർമ്മിച്ചവ. പൂന്തോട്ടത്തിനിടയിൽ എലി, മുയൽ, അണ്ണാൻ, മുതല തുടങ്ങിയ വിവിധ ജീവികൾ. കരിക്കുകൾ ഉണക്കി മനോഹരങ്ങളായ പൂക്കളം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ, ചിത്രപ്പണികളുള്ള കുടുക്കകൾ, തൂക്കുവിളക്ക്, കൽവിളക്ക് തുടങ്ങി അനവധി ശില്പങ്ങൾ അദ്ദേഹം ചിരട്ടയിൽ തീർത്തിട്ടുണ്ട്. തന്റെ വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം വളരെ തൽപരനാണ്. തന്റെ ചിരട്ടശില്പങ്ങളുടെ ഒരു എക്സിബിഷൻ നടത്തുവാനും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചിരട്ട ശില്പവിദ്യയിൽ ക്ലാസ് എടുക്കുവാനും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഇടവേളകളിൽ അബ്ദുൽ കരീം മുസ്ലിയാർ ഇപ്പോഴും തന്റെ കലാപ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നു. അബ്ദുൽ കരീം മുസ്ലിയാർ, ഞാൻ അധ്യാപകനാണ്, റിട്ടയറായി. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്നെ മാനവന സ്കൂളിലായിരുന്നു, ഓച്ചിറയിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ഉണ്ടകയത്തായിരുന്നു ഞാൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫ്രീ ടൈം ഇഷ്ടം പോലെ. അതോടൊപ്പം തന്നെ ചിരട്ടയുടെ ഒരു മേഖലയായിരുന്നു അവിടെ, ഏറ്റവും കൂടുതൽ തെങ്ങൊക്കെയുള്ള. വെറുതെ ഫ്രീ ആയിട്ടിരുന്ന അവസരത്തിൽ തോന്നിയ വെറും ഒരു ഹോബിയാണ് ഈ മേഖലയിലോട്ട് തിരിയാൻ കാരണം. കൊച്ചു ചിരട്ടകൾ തന്നെയല്ലേ ഈ ചിരട്ടയാണ്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേന് ഈ സൈസ് ഇത് മനസ്സിലുള്ളത് കൊണ്ട് കാണുന്ന എന്ത് ചിരട്ടയുടെ ഏത് ഇനം കണ്ടാലും എടുത്തു വെക്കും. നമ്മുടെ ഷോക്കേസിൽ മുറ്റത്ത് കളയുന്ന ഈ ചിരട്ടയെ നമ്മുടെ ഷോക്കേസിനകത്ത് വീടിൻ്റെ അലങ്കാരമാക്കി വെക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ആർക്കും ടൈം പാസ് വെറുതെ കളയുന്ന സമയത്തിന് ചെയ്യാൻ സാധ്യമാകും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതിപ്പോൾ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗം, പ്രവൃത്തി പരിചയ മേളകളാണ്. അതിലൊരു ഇനമാണ് കോക്കനട്ടിന്റെ ഷെൽ വർക്ക്. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് സമിതി ഉണ്ടായിരുന്നു, സൃഷ്ടി അങ്ങനാശ്ശേരി നാടക സമിതി. പിന്നെ ഞാൻ മജീഷ്യനാണ്. ഞാൻ മാത്രമല്ല, മകനും മജീഷ്യനായിരുന്നു. അവൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. നാടകങ്ങൾ അഭിനയിക്കുകയും നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും രചന നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാല് ചിരട്ടയാണ്, ചുണ്ടും ചിരട്ടയാണ്, കാല് ഉക്കുക ചിരട്ടയാണ്. ഇതുപോലുള്ളൊരു ചിരട്ട കഷ്ണമാണ്. വിശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൊണ്ടുള്ള മുസ്ലിയാരുടെ ഹോബികൾ റിട്ടയർമെന്റ് ജീവിതം ബോറടിച്ച് ജീവിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാതൃകയാക്കാവുന്നതാണ്. ഭാര്യ ഹാജിറായും മക്കൾ നൗഫൽ, നിമ്മി, നിഷ എന്നിവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്.